പലർക്കും ഈഗോ എന്നൊരു നെഗറ്റീവ് വാക്കാണെങ്കിൽ ഉസൈൻ ബോൾട്ടിന് അത് എനർജി ജനറേറ്റിംഗ് ഓൺവേർഡ്സ് ആയിരുന്നു. 2012 ഒളിമ്പിക്സിന് മുമ്പ് ജമൈക്കയിൽ ഒരു ട്രയൽ നടക്കുന്നു. ആ സ്റ്റേഡിയത്തിൽ കാണികൾ ഉസൈൻ ബോൾട്ട് എന്ന ആർപ്പുലികൾ മുഴക്കുന്നു. എന്നാൽ അന്ന് ഉസൈൻ ബോൾട്ടിന്റെ ഫോം കാണികൾ പ്രതീക്ഷിച്ച അത്രയും മികച്ചതാക്കാൻ പറ്റാതാകുന്നു. ആദ്യത്തെ 100 മീറ്റർ മത്സരത്തിൽ ഉസൈൻ ബോൾട്ടിന് ഒന്നാമതായി എത്താൻ പറ്റാതാകുന്നു. 200 മീറ്റർ മത്സരത്തിൽ യോഹാൻ ബ്ലേക്ക് ഉസൈൻ ബോൾട്ടിനെ പുറകിലാക്കിക്കൊണ്ട് ഒന്നാമതായി എത്തിയിട്ട് ഉസൈൻ ബോൾട്ടിനെ നോക്കിയിട്ട് പോയിന്റ് ഫിംഗർ കാണിച്ച് ഇങ്ങനൊരു ആക്ഷൻ കാണിക്കുന്നു. ഉസൈൻ ബോൾട്ടിനെ ആക്ഷൻ ദഹിച്ചില്ലെങ്കിൽ പോലും ഉടൻ തന്നെ യോഹാൻ ബ്ലോക്കിനെ ഉസൈൻ ബോൾട്ട് കെട്ടിപ്പിടിക്കുന്നു. അന്ന് തന്നെ ട്രയൽസിൽ തോപ്പിച്ച യോഹാൻ ബ്ലോക്കിനോട് ഉസൈൻ ബോൾട്ട് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു: ദിസ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ. ഒളിമ്പിക്സിന് മുന്നേ നടക്കാനിരുന്ന മറ്റൊരു മത്സരവും ഉസൈൻ ബോൾട്ട് മനഃപൂർവ്വം ക്യാൻസൽ ചെയ്യുന്നു. ഒരു മാസം മുഴുവൻ ഒളിമ്പിക്സിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു, എഫേർട്ട് ഇടുന്നു, ഫോക്കസ് ചെയ്യുന്നു, റെസ്റ്റ് ഇല്ലാതെ പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു മാസത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഒളിമ്പിക്സ് 2012 100 മീറ്റർ മത്സരം തുടങ്ങുന്നു. ഉസൈൻ ബോൾട്ട് ഓടി 9.63 സെക്കൻഡിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത് ദ കിങ് ഈസ് ബാക്ക് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. അടുത്തത് ആവേശകരമായ 200 മീറ്റർ മത്സരമായിരുന്നു. ഗൺ സൗണ്ട് കേട്ടിടൻ ഉസൈൻ ബോൾട്ട് വെറി പിടിച്ച പോലെയായിരുന്നു കുതിച്ചു പാഞ്ഞത്. അന്ന് യോഹാൻ ബ്ലേക്ക് 19.44 സെക്കൻഡിൽ 200 മീറ്റർ ഓടി തീർത്തപ്പോൾ ഉസൈൻ ബോൾട്ട് 19.32 സെക്കൻഡ് യോഹാൻ ബ്ലേക്കിനെ തോൽപ്പിച്ച് ഒന്നാമതായി എത്തി. എന്നിട്ട് ഉസൈൻ ബോൾട്ട് യോഹാൻ ബ്ലേക്കിനെ നോക്കിയിട്ട് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു. ഉസൈൻ ബോൾട്ട് അന്ന് യോഹാൻ ബ്ലേക്കിനോട് പറഞ്ഞ പോലെ പിന്നീട് അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. സത്യം എന്തെന്ന് വെച്ചാൽ ദ കിങ് ഈസ് ഓൾവേസ് കിങ്.